അപ്പുവിൻ്റെയും മാളുവിൻ്റെയും തിക് ഫ്രണ്ട്ഷിപ്പിനെ മറ്റു കുട്ടികൾ മോശമായൊരർത്ഥത്തിലാണ് കണ്ടത്. അവരെപ്പോഴും ഒരുമിച്ചാവുമല്ലോ. അങ്ങനെ എപ്പോഴും എവിടെയും ഒരുമിച്ച് നടക്കുന്ന രണ്ട് പെൺകുട്ടികളെ കളിയാക്കാൻ കൂട്ടുകാർ ആ ബന്ധത്തിന് മറ്റൊരു കളർ കൊടുക്കുന്നു. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞ സ്വർഗ അനുരാഗമെന്നോ ലെസ്ബിയൻസ് എന്നോ. മുരളിയേട്ടാ, ഒന്നും കഴിക്കുന്നില്ലേ? വേണ്ട, വിശപ്പില്ല. എല്ലാവരും ഇങ്ങനെ തുടങ്ങിയ കഷ്ടമുണ്ട് മുരളിയേട്ടാ. നമ്മുടെ ഭാഗത്തുനിന്നും കുറച്ചൊക്കെ വിട്ടുവീഴ്ചയാവാം. ഞാൻ കുറ്റപ്പെടുത്തിയൊന്നുമല്ല. എന്നാലും മാളുവിന്റെ കാര്യം അങ്ങനെ ആയിരുന്നോ ഡീൽ ചെയ്യണ്ടേന്ന് എനിക്കൊരു സംശയമുണ്ട്. മാളു വല്ലാതെ മാറിപ്പോയി അശ്വതി. തനിക്ക് തോന്നുന്നില്ലേ? ഇതിനു മുൻപും അവളും ഞാനുമായിട്ട് പിണങ്ങിയിട്ടുണ്ട്, വഴക്കിട്ടിട്ടുണ്ട്, വളരെ അപൂർവമായിട്ട് തല്ലിയിട്ടുമുണ്ട്. അതൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൾ തർക്കിക്കുന്നതും തല്ലുകൂടുന്നതുമൊക്കെ അപ്പുവിനു വേണ്ടിയാ. അപ്പുവിനു വേണ്ടി മാത്രം. അരുണുമായിട്ടുള്ള റിലേഷൻ അവൾ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായതുപോലും ആ ഒരൊറ്റ കാരണത്തിനു വേണ്ടിയാ. എന്താ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആണായി ജീവിക്കാൻ തയ്യാറാകുന്ന ഒരു പെണ്ണിനെ അവൾ മറ്റാരേക്കാളും കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പേടിക്കേണ്ടതായി എന്തോ ഉണ്ടെന്നല്ലേ അശ്വതി? നോ, അത് മുരളിയേട്ടന്റെ പേടി കൊണ്ട് തോന്നുന്നതാ. ഒരിക്കലും യാഥാർത്ഥ്യം അങ്ങനെ ആവില്ല. ഓർമ്മ വെച്ച നാളു മുതല് അപ്പു അവളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ലേ മുരളിയേട്ടാ? അവക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിയുമ്പോ, അവളെ എല്ലാരും കൂടെ ഒറ്റപ്പെടുത്തുമ്പോ, കുറ്റപ്പെടുത്തുമ്പോ മാളൂനെ ഒന്നും സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് അവൾ അപ്പുവിനെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റുള്ളവരിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. അങ്ങനൊരു നിലപാടാണ് മാളു ഇപ്പൊ എടുത്തിരിക്കുന്നത്. എനിക്കങ്ങനെയാ തോന്നുന്നത്. സമ്മതിച്ചു. ഇനിയിപ്പോ സത്യം അതാണെങ്കിലും മറ്റുള്ളവരതിനെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ അശ്വതി. നമ്മൾ നമ്മുടെ മോളെ വിശ്വസിക്കുന്നത് പോലെ മറ്റുള്ളവർ വിശ്വസിക്കണമെന്നില്ലല്ലോ. സൊസൈറ്റി എപ്പോഴും നിന്റെ അമ്മയെപ്പോലുള്ളവരുടെ കണ്ണടയിൽ കൂടിയേ കാര്യങ്ങൾ നോക്കി കാണുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ മാളുവിൻ്റെ അപ്പുവിൻ്റെ ഈ ഫ്രണ്ട്ഷിപ്പ് ആരും ആ സ്പിരിറ്റിൽ എടുക്കണമെന്നില്ല. മറ്റു പലതരത്തിലും അത് വ്യാഖ്യാനിക്കപ്പെടും. അത് നമ്മുടെ മോളുടെ ഭാവിയെ സാരമായി ബാധിക്കുകയും ചെയ്യും. അതൊക്കെ ഞാനും അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ അവരെ തമ്മിൽ തല്ലിപ്പിരിക്കാൻ പറ്റില്ലെന്ന് ഇപ്പൊ ബോധ്യായില്ലേ? അതിന് ശ്രമിക്കുന്നത് പോലും ഒരു തരത്തില് നമ്മൾ കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതയാണ്. അത് മാത്രമല്ല, നമ്മൾ ശ്രമിക്കും തോറും അവളുടെ ദേഷ്യവും വാശിയും കൂടുകയുള്ളൂ. പിന്നെ എന്താ നമുക്ക് മുന്നിലുള്ളൊരു വഴി? നീ അത് പറ. വഴി ഞാൻ പറയാം മുരളി. എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ കൊച്ചിനെയും കൊണ്ട് വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് മാറണം. വിപിയുടെ മോളുടെ കണ്ണെത്താത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്. കുറച്ചുനാൾ തമ്മിൽ കാണാതിരുന്ന അവര് തമ്മിലുള്ള അടുപ്പവും സ്നേഹവും ഒക്കെ താനേ അങ്ങ് കുറഞ്ഞോളും. ഇവിടുന്ന് മാറാനോ? അമ്മ എന്തേ പറയുന്നേ? അപ്പൊ മാളുവിന്റെ പഠിപ്പ്, എന്റെ ജോലി, മുരളിയേട്ടന്റെ ബിസിനസ്, ഈ വീട്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? എടി മോളെ, നീ ഈ പറഞ്ഞ എന്ത് കാര്യം വേണമെങ്കിലും വേറെ ഏത് നാട്ടിൽ ചെന്നാലും നമുക്ക് ഒന്നേന്ന് തുടങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷെ അതുപോലെയല്ല അവനവന്റെ മാനവും അന്തസ്സും പോയാ. അതൊരിക്കൽ പോയാ പിന്നെ ജീവിതകാലം മുഴുവൻ അത് കുറവായി തന്നെ ഇരിക്കും. ഇപ്പൊ നീറി തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ആളിക്കത്തുന്നതിന് മുമ്പ് സ്ഥലം ഒഴിവാകുന്നത് തന്നെയാ ബുദ്ധി. ഇപ്പൊ തന്നെ നിനക്ക് അന്യനാട്ടിലേക്ക് ഒരു ട്രാൻസ്ഫർ വന്നാ നീ അതുമായിട്ട് പൊരുത്തപ്പെടില്ലേ? അതുപോലെ ഒരു കാരണം പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോകുന്നു. കണ്ണെത്താത്തടുത്ത് മനസ്സെത്തില്ല. അതോടെ മാളുവിന്റെ മനസ്സിന്ന് ആ പെങ്കൊച്ചങ്ങ് പൊക്കോളും. അതല്ലാതെ ഇവിടെ കടിച്ചു തൂങ്ങിക്കിടന്നിട്ട് രണ്ടിനെയും തമ്മിൽ പിരിക്കാൻ നോക്കിയാ അത് നടപ്പുവശമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അകലുന്നതിന് പകരം അത് അടുക്കാനേ ഉപകരിക്കൂ. പറയാനുള്ളത് ഞാൻ പറഞ്ഞു.
ഇനി എന്തു വേണമെന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. എന്താ ആലോചിക്കുന്നേ? അല്ല, അമ്മ പറഞ്ഞ വഴി ഞാൻ ചിന്തിച്ചതാ. നടക്കുന്ന കാര്യം വല്ലതും ആലോചിക്ക. സൽക്കാരോ സൗഹൃദമൊന്നും ഇനി നമ്മൾ തമ്മിൽ ശരിയാവില്ല. എത്രയും നേരത്തെ അതൊക്കെ വെച്ച് മതിയാക്കുന്നത് തന്നെയാ നല്ലത്. മുരളി, എന്താണോ താൻ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? വേണ്ട വിപി, ഉണ്ടായതിൻ്റെയും ഉണ്ടാകാൻ പോകുന്നതിൻ്റെയും കഥകളൊന്നും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കുന്നത് തന്നെയാ നമുക്ക് രണ്ടു കൂട്ടർക്ക് നല്ലത്. എന്നാലും വലിയ ചതിയായിപ്പോയി വിപി, നിങ്ങളെല്ലാവരും കൂടി എന്നോടും എൻ്റെ മോളോടും കാണിച്ചത്. ബേബി, ദാ ഇവിടെ അവസാനിക്കുന്നല്ല. ഇനി എന്റെ മോള് ഞങ്ങളറിയാതെ ഇവിടെ വന്ന ഇവളിവിടെ കയറ്റരുത്. അതുപോലെ തന്നെയായിരിക്കും അപ്പുവിന്റെ കാര്യവും. ദേവി ചെയ്ത് ആ സാധനത്തിനെ അങ്ങോട്ട് വിടരുത്. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ പ്ലീസ്. വാ ഇവിടെ. വിപി, പറയാവുന്നതിന്റെ മാക്സിമം ഞാൻ അവളോട് പറഞ്ഞു നോക്കി. ഇനി അവൾക്ക് അതൊന്നും ഉൾക്കൊള്ളാനായില്ലെങ്കിൽ പിന്നെ ഇതിനപ്പുറം ഒന്നും ചെയ്യാനാവില്ല. എവിടാന്ന് വെച്ചാ വിപി അവളെ കൊണ്ടുപോയിക്കോളൂ. നേരത്തെ പറഞ്ഞ നെല്ലിയാമ്പതിയിലെ ഡോക്ടറിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ വേറെ വല്ല ഡോക്ടേഴ്സിന്റെ അടുത്തേക്കോ എല്ലാം വിപി തീരുമാനിച്ചാൽ മതി. മെന്റൽ കെയർ സെന്റർ എന്നൊക്കെ പറഞ്ഞു വരുമ്പോ ഭ്രാന്താശുപത്രി തന്നെയാ അത്. അല്ലേ വിപി? നമ്മുടെ മോള് ഒരു മനോരോഗിയായിരിക്കും അല്ലേ? അങ്ങനെയല്ലേ പറയാൻ? കുറച്ചുകൂടെ തെളിച്ച് പറഞ്ഞ ഭ്രാന്തി. ശരിയാ, നമ്മുടെ അപ്പന് ഭ്രാന്ത് തന്നെയാ അല്ലേ വിപി? അല്ലെങ്കിൽ പിന്നെ അവളെന്താ ഇങ്ങനെയൊക്കെ അല്ലേ? തനിക്കറിയാലോ ഗീത, സാമ്പത്തികമായി വലിയ അടിത്തറയൊന്നുമില്ലാത്ത ഒരു ചുറ്റുപാടിൽ വളർന്നവനാ ഞാൻ. സാമ്പത്തികമായിട്ട് മാത്രമല്ല, പറയത്തക്ക ബന്ധുബലമോ സോഷ്യൽ സപ്പോർട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. 10ാം ക്ലാസ്സിലെ വർഷപരീക്ഷയുടെ തലേന്ന് മദ്യലഹരിയിൽ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ കേസിൽ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അച്ഛനെ രക്ഷിക്കാൻ വക്കീൽ ഓഫീസിലേക്ക് പോണോ അതോ പരീക്ഷ എഴുതാൻ സ്കൂളിലേക്ക് പോണോ എന്നതായിരുന്നു ജീവിതത്തിൽ ഞാൻ നേരിട്ട ആദ്യത്തെ വെല്ലുവിളി. എന്തു വേണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന 15-കാരന് രോഗശൈലിയിൽ കിടക്കുന്ന അമ്മയുടെ വക ഉപദേശം എന്താണെന്നോ? അച്ഛൻ്റെ കാര്യം കൂടെ കുടിച്ചവർ നോക്കിക്കൊള്ളും, നിനക്ക് വേണ്ടി പഠിക്കാനും പരീക്ഷ എഴുതാനും നീ മാത്രമേ കാണുള്ളൂ എന്ന്. ജീവിതത്തിൽ വിജയപ്പണിക്കർക്ക് കിട്ടിയ ആദ്യത്തെ മോട്ടിവേഷൻ. അമ്മയുടെ വാക്ക് ഞാൻ അനുസരിച്ചു. അത്രയും സമ്മർദ്ദത്തിനിടയിലും പരീക്ഷ തിരക്കിടില്ലാതെ എഴുതി നല്ല മാർക്കോടെ ജയിച്ചു. ജീവിതത്തിൽ ആദ്യമായി പൊരുതി നേടിയ വിജയം. പിന്നീട് അങ്ങോട്ട് പല പ്രതിസന്ധികളിലും പതറി നിൽക്കേണ്ടി വന്നപ്പോഴൊക്കെ അമ്മയുടെ ആ വാക്കുകളായിരുന്നു എനിക്ക് വെളിച്ചം തന്നത്. നിനക്ക് വേണ്ടി നീയേ ഉള്ളൂ,
എന്ന് ഒരുപാട് അർത്ഥമുള്ള ആ കൊച്ചു വാചകത്തിന്റെ ശക്തിയിലാണ് ഇന്ന് കാണുന്ന ഈ വിജയപ്പണിക്കരുണ്ടായത്. അമ്മയിൽ നിന്നും കിട്ടിയ ആ വെളിച്ചം പിന്നീട് ഒരുപാട് കുട്ടികളുടെ ജീവിതത്തിലേക്ക് ഞാൻ പകർന്നു കൊടുത്തു. ഒരുപാട് പേരെ നിരാശയുടെ ഇരുട്ടിൽ നിന്ന് പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് കയറ്റി. ഏത് പ്രതിസന്ധിയെയും ചങ്കൂറ്റത്തോടെ നേരിടാമെന്ന് സ്വയം പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പൊ എന്റെ ആത്മവിശ്വാസമൊക്കെ വല്ലാതെ ചോർന്നു തുടങ്ങിയിരിക്കുന്നെങ്കിൽ പെരുന്തച്ഛന്റെ കഥ ഓർമ്മയില്ലേ തനിക്ക്? മറ്റുള്ളവരുടെ ജാതകം എഴുതിയതൊക്കെ കൃത്യമായിരുന്നു. പക്ഷെ സ്വന്തം മകന്റെ കാര്യത്തിൽ മാത്രം പിഴച്ചു. ഏതാണ്ട് അതുപോലെ തന്നെയാ ഈ വിജയപ്പണിക്കരുടെ അവസ്ഥയും. സ്വന്തം മകളെ മര്യാദയ്ക്ക് വളർത്താൻ കഴിയാത്തവൻ എങ്ങനെ മറ്റുള്ളവരുടെ മക്കൾക്ക് നേർവഴി പറഞ്ഞു കൊടുക്കും? ആൾക്കാർ കളിയാക്കി ചിരിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. വയ്യടോ, അവൾ അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്താ പിന്നെ അവസാനിച്ചു എല്ലാം. ഇതിലും നല്ലത് അത് ആ സൂയിസൈഡ് അറ്റംപ്റ്റിൽ എല്ലാം അവസാനിച്ചിരുന്നെങ്കിൽ. എന്താ എന്താ ഇപ്പൊ പറഞ്ഞത്? നമ്മുടെ അപ്പൂനെ കുറിച്ച് തന്നെയാണോ ഈ പറയുന്നേ? പറ. നമ്മുടെ മോളെ എങ്ങനെ തോന്നി വീപ്പിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? ഇത്ര സെൽഫിഷ് ആയിരുന്നോ നിങ്ങള്? ഗീത, ഞാൻ അങ്ങനെയൊന്നും വേണ്ട വേണ്ട വീപ്പി. അവളെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, കൊണ്ടുപോയി ചികിത്സിക്കുകയോ ചങ്ങലക്കിടുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോ. പക്ഷെ എന്റെ മോളെ എവിടെയാണെങ്കിലും ജീവനോടെ ഉണ്ടാവണം. അത് മാത്രം മതി എനിക്ക്. എന്റെ മോള് അവള്, ഞാൻ പ്രസവിച്ചത് അവളെ. ഇപ്പൊ പറഞ്ഞതുപോലെ മേലിൽ ആവർത്തിക്കരുത്. സോറി അപ്പു, അച്ഛന് ഇതല്ലാതെ വേറെ വഴിയില്ല. അപ്പോ 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 ബി പി എന്താ ഉറങ്ങാത്തത്? പറ്റിയില്ല.
എനിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. അകവും പുറവും ഇങ്ങനെ പുകയ. കണ്ണടച്ചാ കാണുന്നത് മൊത്തം ചീത്ത സ്വപ്നങ്ങളാ. നമ്മുടെ അപ്പു പാവ. അവൾ അറിഞ്ഞുകൊണ്ടല്ല ഇതൊന്നും. ഗീത, താൻ ആ ലൈറ്റ് ഓഫ് ആക്ക്. വെളിച്ചത്തിരിക്കാൻ എനിക്കിപ്പോൾ പേടിയാ. പോയി കിടന്നോളൂ. മനസ്സിലായി ഐസക്. ഇന്നൊരു ദിവസം കൂടി താനൊന്ന് മാനേജ് ചെയ്യേ. നാളെ മുതൽ ഞാൻ വരാം. ഇല്ലില്ല, ഒരു മാറ്റവും. ഉവ്വ്, എനിക്കറിയാം. തീരെ പറ്റാത്തോണ്ടാണ് തന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് അറിയാലോ. ഓക്കെ, താങ്ക് യു ഐസക്. താങ്ക് യു വെരി മച്ച്. ചായ. വി പി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എത്ര നാളെന്ന് കരുതിയാ വി പി ഇങ്ങനെ എല്ലാത്തിൽ നിന്നും എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാവുമോ? എനിക്കറിയില്ല ഗീത. ഞാൻ ആകെ ഒരു ട്രോമയിലാണിപ്പോൾ. എന്തു വേണം, എങ്ങനെ മുന്നോട്ട് പോകണം, ഒന്നും അറിയാതെ ആകെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുക. എടോ, ഈ ഭയങ്കര ട്രാഫിക്കുള്ളൊരു ജംഗ്ഷനിൽ വെച്ച് പെട്ടെന്നൊരാൾക്ക് അയാളുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയാൽ എന്തു ചെയ്യും? എവിടുന്ന് വന്നു, എങ്ങോട്ട് പോകണം, ആരെ കാണണം, എന്താ കാര്യം, ഇതൊന്നും അയാളുടെ ഓർമ്മയിലില്ലാത്തൊരവസ്ഥ. അങ്ങനൊരു അവസ്ഥയിലാണ് ഞാനിപ്പോ. അങ്ങനൊരു അവസ്ഥയിൽ നിന്നുകൊണ്ട് എങ്ങനെയാ ഗീത ഞാൻ കുട്ടികൾക്ക് സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്? സ്വയം തീപിടിച്ച് നിൽക്കുന്ന ഒരാൾ എങ്ങനെ മറ്റുള്ളവർക്ക് തണലാവും? വയ്യടോ, കുട്ടികളെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നഷ്ടമായിരിക്കുന്നു എനിക്ക്. ഒന്നുമില്ല, ഇങ്ങനെ തളർന്നു പോവല്ലേ. ഇപ്പൊ വി പി അപ്പുവിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് ബോധോടാവണ്ട. നമ്മൾ അവളെ ഒരുപാട് നിർബന്ധിക്കാനും നിയന്ത്രിക്കാനും പോയാൽ അവളുടെ വാശി കൂടുകയുള്ളൂ. കുറച്ചുനാൾ ഇങ്ങനെ പോട്ടെ. ഇപ്പൊ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അവളതൊരു അവസരമായിട്ടെടുക്കും. പിന്നെ അവളെ തിരിച്ചു കൊണ്ടുവരാൻ അത്ര എളുപ്പം സാധിക്കില്ല നമുക്ക്.